ഹായ് ഹലോ എല്ലാവർക്കും ബിഗ് ബോസ് സീസൺ 7 പുതിയൊരു അപ്ഡേഷനിലേക്ക് സ്വാഗതം. ന്യൂദില ചെരുപ്പ് ഫാക്ടറിയുടെ മൂന്നാമത്തെ ദിവസത്തെ ടാസ്ക് കഴിഞ്ഞിരിക്കുകയാണ്. ആകെ 3 ടാസ്ക് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇതിൽ നൂറ ഫസ്റ്റത്തെ ടാസ്ക് മാത്രമാണ് ജയിച്ചിട്ടുള്ളത്. ബാക്കി 2 ടാസ്കും അതായത് ഇന്നത്തേതിലും പരാജയപ്പെട്ടു. ഇതിൽ അക്ബർ, ഒനീൽ, അബി, അതുപോലെ തന്നെ മസ്താനി, ലക്ഷ്മി ഇവർ ഒരു ഗ്രൂപ്പായിട്ട് വെൽ പ്ലാൻഡ് ആയിട്ട് കളിച്ചു. ശരിക്കും എനിക്ക് ഈ 2 ദിവസത്തെ വെച്ച് നോക്കുമ്പോൾ ഇന്നത്തെ ഗെയിമാണ് കൂടുതൽ ബെറ്റർ ആയിട്ട് തോന്നിയത്. കാരണം 25 ചെരുപ്പ് ഉണ്ടാക്കിയാൽ മതിയായിരുന്നു, കുറച്ച് സമയം ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇവർ വലിയ അഗ്രസീവ് ഒന്നും ആവാണ്ട് പ്ലാൻഡായിട്ട് നേരത്തെ പറഞ്ഞുറപ്പിച്ചതുപോലെ തന്നെ വളരെ സ്ലോയിലാണ് ഈ ചെരുപ്പ് നിർമ്മാണം ചെയ്തു തുടങ്ങിയത്. അതിൽ തന്നെ കുറച്ച് പേരെ ജോലിക്ക് എടുത്ത് കുറച്ച് പേരെ മാറ്റി നിർത്തി. ബിന്നിനെയൊക്കെ ഒരുപാട് സമയം മാറ്റി നിർത്തിയിട്ടുണ്ടായിരുന്നു. ഷാനവാസിന് ജോലി കൊടുത്തില്ല, ഷാനവാസിന് വയ്യാന്നും പറഞ്ഞ് കുറച്ച് നേരം മാറ്റി നിർത്തി. അങ്ങനെ വളരെ പ്ലാൻഡ് ആയിട്ടാണ് ഇവിടെ അക്ബറാൻ ടീം കളിച്ചത്. ശരിക്കും ഈ ഗെയിം ഇങ്ങനെ തന്നെ കളിക്കേണ്ടി വരുന്ന ഒരു ഗെയിം ആയിരുന്നു. ഇവിടെ നൂറയ്ക്ക് തെറ്റ് പറ്റിയെന്ന് വെച്ചാൽ ഇവിടെ നൂറ ആദ്യം തന്നെ ഇതിനകത്തൊരു സ്പൈനെങ്കിലും കണ്ടുപിടിക്കണമായിരുന്നു. ഇവരെങ്ങനെയാണ് ഇതിനെ അപ്രോച്ച് ചെയ്യുന്നത്, ഒരു സ്പൈനെങ്കിലും എന്തെങ്കിലും ഓഫർ കൊടുത്ത് എന്താ പറയുക കയ്യിലാക്കിയിരുന്നെങ്കിൽ നൂറയ്ക്ക് ഇത്ര ഒരു തോൽവി പറ്റില്ലായിരുന്നു. അതുപോലെ തന്നെ യൂണിയൻ നേതാവ് എടുക്കുന്ന ഡിസിഷൻസ് മാറ്റാനുള്ള അവകാശം ആർക്കുണ്ടായിരുന്നു? നൂറയ്ക്ക് ഉണ്ടായിരുന്നു. തന്ത്രപരമായിട്ട് അവിടെ യൂസ് ചെയ്യാമായിരുന്നു. പക്ഷേ ഓവറായിട്ട് അക്ബറിനെ വിശ്വസിപ്പിച്ചു. അതായത് നൂറേനെ വിശ്വാസത്തിലിട്ട് കൊണ്ടുവരാൻ അക്ബറിന് കഴിഞ്ഞു. ഈ സമയത്തിനുള്ളിൽ 25 ചെരുപ്പ് കൊടുക്കുമെന്നുള്ളൊരു വിശ്വാസം നൂറയ്ക്ക് അക്ബർ കൊടുത്തു. എന്താണെങ്കിലും ഇന്നത്തെ ടാസ്ക് കഴിയുന്നതിലൂടെ നൂറ 2-1 പരാജയപ്പെട്ടു. എന്തായാലും ഇമ്മ്യൂണിറ്റി കിട്ടിയ 2 പവറിനകത്ത് ഏതെങ്കിലും ഒന്ന് ഇന്ന് നൂറയ്ക്ക് കൈവിട്ട് കൊടുക്കേണ്ടി വരും. ഇതിനകത്ത് ആദില, അതുപോലെ തന്നെ ജിഷിൻ, പിന്നെ ബിന്നി, ഇന്ന് ന്യൂട്രലായിട്ട് ഇന്നലെ നിന്ന ഷാനവാസും ഇന്ന് നൂറയുടെ ഒപ്പം ഉണ്ടായിരുന്നു. പക്ഷെ അവർക്കൊരു 18 ചെരുപ്പേ ഉണ്ടാക്കാനായിട്ട് പറ്റുള്ളൂ. ഈ സർക്കസ് ടീമിനെ ഉള്ളിലോട്ട് കയറ്റിയതോടുകൂടി കുറച്ചധികം സമയം പോയി. ഇതിനുള്ളിൽ തന്നെ ഇതിനകത്ത് കുറച്ച് ആൾക്കാർ അവരുടെ കുറച്ച് സാധനങ്ങൾ കട്ടെടുത്തുകൊണ്ട് പോയി. സ്റ്റാർ പ്ലെയർ പിന്നൊക്കെ എടുത്തിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും നിലവിലെ ടാസ്ക് അക്ബർ ആൻഡ് ടീം തൂക്കി എന്ന് തന്നെ നമുക്ക് പറയാം. നൂറയുടെ ഇമ്മ്യൂണിറ്റി പവർ ഏതാണ് കട്ടാവുന്നതെന്ന് നമുക്ക് കണ്ടറിയാം. അതുപോലെ തന്നെ നൂറയ്ക്ക് ഇന്ന് കിട്ടുന്ന ബ്ലാക്ക് കോയിൻ ആർക്ക് കൊടുത്തിട്ടാണ് നൂറ അവരെ ഡയറക്റ്റ് നോമിനേറ്റ് ചെയ്യുന്നത് എന്നും നമുക്കിന്നറിയാൻ പറ്റും. കൂടുതൽ ബിഗ് ബോസ് വിശേഷങ്ങൾക്കായി വീണ്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. താങ്ക് യു ഫോർ വാച്ചിങ്.